Hello friends, welcome back to my channel Art with Sadija. Here we will discuss all about art. ഇന്ന് നമ്മൾ ബ്ലൂബെറി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ബ്ലൂബെറി കുറച്ച് ഞാൻ വാങ്ങിയിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുകയാണ്. അത് എക്സാക്ട്ലി ഒരു സർക്കിൾ നമുക്കൊരു സൈഡിലുണ്ട്, ഒരു സൈഡിൽ നോക്കുമ്പോൾ അതൊരു ഓവലിൻ്റെ ഷേപ്പിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കായിട്ടൊരു പോർഷനുണ്ട്, അതിലൊരു സ്റ്റാർ പോലെയൊക്കെ ഇരിക്കണം. അപ്പോൾ നമുക്കൊരു ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ആദ്യം അതിങ്ങനെ നോക്കാം. ഒരു ഓവൽ വരച്ച ശേഷം അതിൻ്റെ അകത്തൊരു കുഞ്ഞ് ഓവലിനകത്ത് നമ്മൾ ആ നടുക്കിരിക്കുന്ന സാധനം ആ സ്റ്റാർ പോലത്തെ സംഗതി പയ്യെ ഒന്ന് വരച്ചു കൊടുക്കാമേ. അങ്ങനെ ലൈറ്റായിട്ട് നമുക്കതിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമേ. പല പൊസിഷനിലിരിക്കണം. ഇതിന് ഓബ്ജക്റ്റ് സ്റ്റഡി എന്ന് പറയാം. നമ്മളതിപ്പോൾ ഓരോന്നും എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. നമുക്ക് ഷേപ്പിൻ്റെ കാര്യത്തിലൊരു ഐഡിയ ആയ സ്ഥിതിക്ക് നമുക്കിനി കളർ പാലറ്റിലേക്ക് കിടക്കാം. കളർ പാലറ്റ് ആദ്യം അൾട്രാമറൈൻ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് കിട്ടിയില്ല. അത് കാരണം ബ്രഷും ഉപയോഗിച്ചാൽ ചെയ്യുന്നത് ഞാനിപ്പോൾ. പിന്നെ പൈൻസ് ഗ്രേ എന്ന് പറഞ്ഞൊരു കളറുണ്ട്, ഒരു ഗ്രീൻ കളറുണ്ട്. അത് ഷാഡോയ്ക്കൊക്കെ നല്ലതാണ്. ഇപ്പം ഞാൻ ആ ഒരു കളറാണ് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ശകലം ക്രിംസൺ ഞാൻ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളർ ഇതാണ്. പിന്നെ കുറച്ച് ലീഫിൻ്റെ കളറിന് വേണ്ടിയിട്ട് സാപ്പ് ഗ്രീനും കുറച്ച് സ്കാലറ്റ് അതും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കളർ വെച്ചിട്ടാണ് നമ്മൾ കളർ മിക്സ് ചെയ്ത് വരച്ച് തുടങ്ങുന്നത്. ഫസ്റ്റിൽ അതിൻ്റെ അകത്തുള്ള ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്താണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ പാലറ്റിൽ ആദ്യം തന്നെ ഞാനിവിടെ ഓരോ കളറും നോക്കിയിട്ട് അവിടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കളർ സ്റ്റഡി കഴിഞ്ഞു. ഇനി നമുക്ക് മെയിനായിട്ടുള്ള സ്കെച്ചിങ്ങിലേക്ക് കിടക്കാം. അത്യാവശ്യം വേണ്ട ഒരു സ്കെച്ചിങ് നല്ല വൃത്തിയായിട്ട് തന്നെ ആദ്യം ഒരു ലൈറ്റായിട്ട് വരച്ച ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ലെയർ ബൈ ലെയറായിട്ട് കളർ ചെയ്ത് തുടങ്ങാം. ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക, പിന്നെ അതിൻ്റെ അകത്തേക്ക് ഡാർക്ക് ഷെയ്ഡ് ഓരോന്നോരോന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അകത്ത് നേരെയുള്ള ലൈറ്റും ഷാഡോയൊക്കെ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ വരച്ച് കാണിക്കാം. എല്ലാവരും ഇത് വരച്ച് ട്രൈ ചെയ്യണേ.
താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനകത്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ. താങ്ക് യു.